സൗഹൃദം. നല്ല ഇമ്പമുള്ളൊരു വാക്കല്ലേ ഈ സൗഹൃദം എന്ന് പറയുന്നത്, അല്ലേ? ഫ്രണ്ട്ഷിപ്പ് അതാണ് എല്ലാ ബന്ധങ്ങളുടെയും തന്നെ അടിസ്ഥാനം, അല്ലേ? നല്ല ഫ്രണ്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലൊരു നല്ല ബ്ലെസ്സിങ് തന്നെയാണ്. നല്ല ഫ്രണ്ട്സ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾക്ക് ഏത് പ്രതിസന്ധി വന്നു കഴിഞ്ഞാലും നമ്മൾ ഒരിക്കലും തളരത്തില്ല. കാരണം നമുക്കറിയാം, നമ്മളുടെ ഏത് പരാജയത്തിലും നമ്മളുടെ ഏത് ഫോൾട്ടിലും നമ്മുടെ കൂടെ നിൽക്കുവാൻ നമുക്ക് നല്ല ഫ്രണ്ട്സ് ഉണ്ട്. നമുക്ക് ഒത്തിരി ഫ്രണ്ട്സ് വേണ്ട. നമ്മുടെ ജീവിതത്തിൽ നല്ല ഒറ്റ ഒരു ഫ്രണ്ട്സ് മതി നമുക്ക് നമ്മുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും നമുക്ക് നല്ല പോസിറ്റീവായിട്ടുള്ള തിങ്കിങ് നമുക്ക് കിട്ടുവാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഫ്രണ്ട് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് നമുക്കൊരു നല്ല ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. നമ്മുടെ നല്ല ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാധ്യതകളുമില്ലാതെ നമ്മളെ സ്നേഹിക്കുന്നവരായിരിക്കും, നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്നവർ. നമ്മളുടെ ഫോൾട്ടാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ എന്ത് കുറവുകളുണ്ടെങ്കിലും അത് എല്ലാം നമ്മളെ അക്സെപ്റ്റ് ചെയ്ത് നമ്മളെ അംഗീകരിക്കുന്നവരായിരിക്കും നമ്മുടെ നല്ല ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. ഒരു നല്ല ഫ്രണ്ട്സ് എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും നമ്മളെ ജഡ്ജ് ചെയ്യത്തില്ല. നമ്മുടെ ജീവിതത്തിൽ എന്ത് തരത്തിലുള്ള തെറ്റുകൾ ഉണ്ടായാലും നമ്മുടെ ജീവിതത്തിൽ എന്ത് തരത്തിലുള്ള പരാജയങ്ങൾ ഉണ്ടായാലും നമ്മളെ സ്നേഹത്തോടു കൂടി തന്നെ നമ്മളെ തിരുത്തുന്ന, നമ്മളെ കറക്റ്റ് ചെയ്യുന്നവരായിരിക്കും നമ്മുടെ ജീവിതത്തിലെ നല്ല ഫ്രണ്ട്സ്. നല്ല ഫ്രണ്ട്സ് നമ്മളെ കേൾക്കുവാൻ എപ്പോഴും സമയം അവർ മാറ്റി വെച്ചിരിക്കും. എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ നമ്മൾ അവരെ വിളിച്ചാൽ അവർ നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വെച്ചിരിക്കും. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും സങ്കടങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനെ വിളിച്ച് നമ്മൾ പറഞ്ഞ് അവരുടെ ഒരു ആശ്വാസ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് ഭയങ്കര ഒരു ശക്തിയാണല്ലേ. അത് എന്നെ സംബന്ധിച്ച് ഞാൻ ഒത്തിരി അനുഭവിച്ചിട്ടുള്ളൊരു കാര്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്കൂളിലുള്ള ഫ്രണ്ട്സിനെ ഞാനിപ്പോഴും അവർ നാട്ടിലാണ്, അവരെ വിളിക്കാറുണ്ട്, അവരുമായിട്ട് സംസാരിക്കാറുണ്ട്. അവരുമായിട്ട് സംസാരിക്കുമ്പോൾ അവരുമായിട്ട് നമ്മുടെ ആ ഒരു കാര്യങ്ങൾ പറയുമ്പോൾ കുറച്ച് തമാശകളൊക്കെ പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു റിലാക്സ് അതൊരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇവിടെ വന്നിട്ടാണെങ്കിലും പലതരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടായപ്പോഴും എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ കൂടെ നിന്നിട്ടുള്ള ഫ്രണ്ട്സ് എൻ്റെ കൂടെ ഇവിടെ ഉണ്ട്. അവരുമായിട്ട് എപ്പോഴും നമുക്ക് കണ്ടുമുട്ടുവാനോ സാധിക്കത്തില്ല, നമുക്കെപ്പോഴും വിളിച്ച് സംസാരിക്കാൻ പറ്റും. പക്ഷേ വല്ലപ്പോഴും അവരെ കാണുമ്പോൾ, അവരുമായിട്ടുള്ള സമയം ചിലവഴിക്കുമ്പോൾ, അവരുമായിട്ട് പലതരത്തിലുള്ള തമാശകൾ പങ്കുവെക്കുമ്പോൾ അത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നത്, അല്ലേ? നമ്മുടെ ഫ്രണ്ട്സിന് ഒരിക്കലും അവരുടെ ജീവിതത്തിൽ ഒരു സീക്രട്ട് കാണത്തില്ല. നല്ല ഫ്രണ്ട്സ് അവരുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നമ്മളുമായിട്ട് പങ്കുവെക്കും. അതേപോലെ തന്നെ എന്തെങ്കിലും സീക്രട്ട് നമ്മൾ അവരുമായിട്ട് പറഞ്ഞാലോ അവർക്കതറിയാം എത്രമാത്രം അവർക്ക് അത് കീപ്പ് ചെയ്യണമെന്ന്. അതായത് അവരെപ്പോഴും ഒരു ട്രസ്റ്റ് വർത്തി പേഴ്സൺ ആയിരിക്കും. നമുക്കെന്തും അവരോട് പറയാം, വിശ്വസിച്ച് പറയാം. വിശ്വാസവും സത്യസന്ധതയും ഒക്കെയാണ് നല്ല ഒരു ഫ്രണ്ട്ഷിപ്പിന് വേണ്ട കാര്യങ്ങൾ. ഈ സമയത്ത് ഞാൻ പണ്ട് എപ്പോഴോ കേട്ടൊരു കഥ ഓർക്കുകയാണ്. 2 ഫ്രണ്ട്സ് ഒരു യാത്രയ്ക്ക് പുറപ്പെട്ടു. അവരിങ്ങനെ കുറേ യാത്ര ചെയ്തുകൊണ്ട് ഇങ്ങനെ നടക്കുന്ന സമയത്ത് എന്തോ കാര്യം പറഞ്ഞ് അവർ തമ്മിൽ എന്തോ ഒരു ആർഗ്യുമെൻറ്റ് ഉണ്ടായി. നമുക്കറിയാം, നമുക്കും നല്ല ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ, കാരണം നമുക്ക് നല്ല ഒരു ബന്ധം ഉള്ളപ്പോഴല്ലേ നമുക്ക് ഒരു വഴക്കും ഉണ്ടാകത്തുള്ളൂ, അല്ലേ? അപ്പം അങ്ങനെ എന്തോ കാര്യം പറഞ്ഞ് അവർ തമ്മിലൊരു വഴക്കുണ്ടായി. അപ്പം അതിലൊരു ഫ്രണ്ട്സിന് ദേഷ്യം വന്നപ്പോൾ ആ മറ്റേ ഫ്രണ്ട്സിനെ ഒന്ന് അടിച്ചു. ആ ഫ്രണ്ട്സിന് അടി കൊണ്ട ഫ്രണ്ട്സിന് ഭയങ്കര വേദനയുണ്ടായി. എങ്കിൽ പോലും അതൊന്നും പുറത്ത് കാണിക്കാതെ അവൻ പോകുന്ന വഴിയിൽ മണ്ണിൽ അവൻ എഴുതി, ഇന്ന് എൻ്റെ ചെങ്ങാതി എന്നെ അടിച്ചു. അങ്ങനെ അവർ പിന്നെ യാത്ര പുറപ്പെട്ടു. അങ്ങനെ യാത്ര പുറപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അവർ ഒരു വലിയൊരു നദി കണ്ട്. നദി ഒരു കുളം. ആ കുളത്തിലോട്ട് അവർ വെള്ളം കുടിക്കാൻ ഇറങ്ങിയ സമയത്ത്, അതായത് ഈ അടി കൊണ്ട ഫ്രണ്ട്സ് എന്തോ കാര്യത്തിൽ അവർ ചെളിയിലെങ്ങാണ്ട് മീൻസ് കാല് വഴുതി വീണ് ഫ്രണ്ട് അങ്ങ് വെള്ളത്തിലോട്ട് താഴാൻ തുടങ്ങി. അപ്പോൾ ഈ അടിച്ച ഫ്രണ്ട് അത് കണ്ടപ്പം അവൻ ഓടി ചെന്ന് ഈ അടി കൊണ്ടുവന്ന ഫ്രണ്ട്സിനെ രക്ഷിച്ചു. അപ്പോൾ ഈ അടി കൊണ്ട ഫ്രണ്ട് ഓടിപ്പോയൊരു കല്ലുണ്ടായിരുന്നു. ആ കല്ലിൽ എഴുതി വെച്ചു, ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് എന്നെ രക്ഷിച്ചു.
അപ്പം ഈ അടിച്ച ഫ്രണ്ട് ചോദിച്ചു, ഞാൻ നിന്നെ അടിച്ചപ്പോൾ നീ മണ്ണിലാണ് എഴുതി വെച്ചത്, പക്ഷേ ഞാൻ നിന്നെ രക്ഷിച്ചപ്പം നീ കല്ലിലാണ് എഴുതി വെച്ചത്, അതെന്താ അങ്ങനെയും ചോദിച്ചപ്പം ഈ അടി കൊണ്ട ഫ്രണ്ട് പറഞ്ഞ്, നീ എന്നെ അടിച്ചപ്പോൾ എനിക്ക് നല്ല വേദന ഉണ്ടായി, പക്ഷേ ഞാനത് മണ്ണിലെഴുതി. ആ മണ്ണിലെഴുതിയപ്പോൾ നല്ല ക്ഷമയുള്ള കാറ്റ് അവിടെ ഇങ്ങനെ വരുമ്പോൾ അതങ്ങ് മാഞ്ഞു പൊക്കോളും. പക്ഷേ നീ എന്നെ രക്ഷിച്ചത്, ഞാൻ ഈ കല്ലിലെഴുതിയത്, അത് ഒന്നിനും അതിനെ മായ്ച്ചു കളയാൻ പറ്റില്ല. അതായത് നമ്മുടെ ഫ്രണ്ട് നമ്മളോട് എന്തെങ്കിലും തെറ്റ് കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു സാഹചര്യം കൊണ്ട്, ഒരു സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം അവരുടെ ആ ഒരു വികാരം നമ്മളോട് പ്രതിഫലിപ്പിക്കുന്നത്. അപ്പം എന്തെങ്കിലും തെറ്റുകൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ മണ്ണിൽ എഴുതി വെച്ചതുപോലെ, അതായത് കാറ്റ് വന്നതിനെ മായ്ച്ചു കളയും. അന്നേരം നമ്മളും അതങ്ങ് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു പിണക്കമുണ്ടെങ്കിൽ അത് മായ്ച്ചു കളയുക. പക്ഷേ എന്തെങ്കിലും നമുക്ക് ഉപകാരം നമ്മുടെ ഫ്രണ്ട് നമ്മൾക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മളെ ഹൃദയത്തിൽ തന്നെ കുത്തിയിടുക. അപ്പം നമുക്കൊരു നല്ല ഒരു ഫ്രണ്ട്ഷിപ്പിനെയും നമ്മുടെ ഫ്രണ്ട്സിനെയും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അവസാനം വരെ നമുക്ക് കൂട്ടിക്കൊണ്ട് പോകുവാൻ സാധിക്കും. അപ്പം എല്ലാവർക്കും ഒരു നല്ല ഒരു ദിനം ആശംസിക്കുന്നു. അപ്പം എല്ലാവരും ഫ്രണ്ട്സുകളൊക്കെ ആയിട്ട് നല്ല എൻജോയ് ചെയ്യുക. എല്ലാവർക്കും നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, ബൈ.